ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ ഞാൻ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈച്ചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? എമിലി. മനോജ് സുനിലുമായിരുന്നോ? ഇരിക്ക്, ഞാൻ ജ്യൂസ് എടുക്കാം. ഓ, ജ്യൂസ് ഒന്നും വേണ്ട ചേച്ചി, ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം എടുത്താൽ മതി. നമ്മുടെ കിണറ്റിലെ വെള്ളം ആട്ടോ. വെള്ളത്തിനൊരു രുചി വ്യത്യാസം ഉണ്ടോ? സൂക്ഷിച്ചു നോക്കിയാ എന്തോ ഒരു നിറ വ്യത്യാസം ഉണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമാ. നിത്യേന നാം ഉപയോഗിക്കുന്ന ജലം ശുദ്ധമാണോ? ശുദ്ധജല ഉപയോഗത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ, വാട്ടർ പ്യൂരിഫയർ പ്ലാൻ എന്നിവ ഉപയോഗിക്കൂ. ആരോഗ്യമാണല്ലോ പ്രധാനം. ഞങ്ങളും വാങ്ങി ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ. സെന്റ് മൈക്കിൾ ഇലക്ട്രിക്കൽസ്, ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം, കട്ടപ്പന. KG's ജ്വല്ലറി കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, മുരിക്കാശ്ശേരി. കുരുമുളക് മെതിയന്ത്രം, ജാതിക്ക ഡ്രയർ, ഏണി തുടങ്ങിയ കാർഷിക ഉപകരണങ്ങൾ പൈസസ് ബോർഡിന്റെ 50% സബ്സിഡിയോടുകൂടി ലഭ്യമാക്കുന്നു. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തി ഉടൻ വിളിക്കുക. 9495127730, 04868260120. ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം, മുരിക്കാശ്ശേരി. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്, ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം?
കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. വ്യാപാരികളെ മറന്നുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കോഴിവില കൂപ്പുകുത്തുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ 100 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന ഇറച്ചിക്കോഴിക്ക് ഇപ്പോൾ വില 65. കട്ടപ്പന മേഖലയിൽ അയ്യപ്പ ഭക്തർക്കായി സ്ഥാപിച്ച ദിശാ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. പാറക്കടവ് മുതൽ ജ്യോതിസ് ജംഗ്ഷൻ വരെയുള്ള സ്ഥലങ്ങളിലെ ബോർഡുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി. CPIM കട്ടപ്പന സൗത്ത് ലോക്കൽ സമ്മേളനത്തിന് സമാപനം. പ്രൗഢഗംഭീരമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനത്തിന് തിരശ്ശീല വീണത്. ശബരിമലയിൽ അരവണ നിർമ്മാണത്തിനെത്തിച്ച മുന്തിരിയും കൽക്കണ്ടവും ഗുണമേന്മയില്ലാത്തതാണെന്ന ആരോപണം നിഷേധിച്ചുകൊണ്ട് ഹൈറേഞ്ച് മാർക്കറ്റിംഗ് സൊസൈറ്റി രംഗത്ത്. 20,000 കിലോ കൽക്കണ്ടവും 16,000 കിലോ മുന്തിരിയുമാണ് ഹൈറേഞ്ച് മാർക്കറ്റിംഗ് സൊസൈറ്റി പമ്പയിലെത്തിച്ചത്. എന്നാൽ ഗുണമേന്മയില്ല എന്ന കാരണത്താൽ ഇവ സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തടഞ്ഞ സാഹചര്യത്തിലാണ് സൊസൈറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയത്. വാർത്തകൾ വിശദമായി. വ്യാപാരികളെ മറന്നുകൊണ്ട് ആർക്കും മുമ്പോട്ടു പോകാൻ കഴിയില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനധികൃത കടപരിശോധനകളിൽ നിന്നും സർക്കാർ പിന്മാറുക, വസ്ത്രവ്യാപാരത്തിന് പുതിയതായി ചുമത്തിയ 2% ടേൺ ഓവർ ടാക്സ് പിൻവലിക്കുക, വാടക കുടിയാൻ നിയമത്തിൽ വ്യാപാരികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, അളവുതൂക്ക ഉപകരണങ്ങളുടെ മുദ്രവയ്ക്കലിന് ഒരു ദിവസം താമസിച്ചുപോയാൽ 2,000 രൂപ ഫൈൻ ഈടാക്കുന്നത് ഒഴിവാക്കുക, സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ നടത്തുന്ന വ്യാപാരി പീഡനങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 3 നടക്കുന്ന കടയടപ്പ് സമരത്തിനും സെക്രട്ടേറിയറ്റ് മാർച്ചിനും മുന്നോടിയായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ നയിക്കുന്ന തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകിയത്. ജനറൽ സെക്രട്ടറി ജോബി വി ചുങ്കത്ത്, ട്രഷറർ ടി ഡി ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ PAM എബ്രഹാം, മാരിയിൽ കൃഷ്ണൻ നായർ, സെക്രട്ടറി KK വാസുദേവൻ എന്നിവർ സംസാരിച്ചു. വെള്ളയാങ്കുടിയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഇടുക്കി കവലയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വൻ പ്രകടനമായി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വീകരണ സമ്മേളന വേദിയിലേക്ക് ടി നസറുദ്ദീനെ ആനയിച്ചത്. ഈ പുതിയ നികുതി സമ്പ്രദായം അംഗീകരിച്ചാൽ അടുത്ത കൊല്ലം മലഞ്ചരക്കിന് വരും, അരിക്ക് വരും, ചെരുപ്പിന് വരും, ഇലക്ട്രിക്കിന് വരും, സ്വർണത്തിന് വരും, എല്ലാത്തിനും വരും. അതുകൊണ്ട് പുതിയ ടേൺ ഓവർ ടാക്സ് സമ്പ്രദായം അംഗീകരിക്കുന്ന പ്രശ്നമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ജീവൻ മരണ സമരമാണ്. ഡിസംബർ 3 കേരളത്തിലെ മുഴുവൻ കടകമ്പോളങ്ങൾ അടയ്ക്കുക. പണിമുടക്കല്ല, എല്ലാവരും ഹർത്താലല്ല, ലോറിയോടും ബസ്സോടും മറ്റെല്ലാ പ്രവർത്തനം നിർത്തും. പക്ഷേ നമ്മളെ കട ദൈവനാമത്തിൽ തുറക്കുന്നത് നിർത്തും.
പരിപാടികൾക്ക് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ്, ജനറൽ സെക്രട്ടറി കെ പി ഹസൻ, സാജൻ ജോർജ്, സി കെ മോഹനൻ, തോമസ് സെബാസ്റ്റ്യൻ, പി കെ മാണി, വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ആഗ്നസ് ജോസ്, മുംതാസ് ഇബ്രാഹിം, സിജോമോൻ ജോസ്, രാജേഷ് ബേബി എന്നിവർ നേതൃത്വം നൽകി. CPIM കട്ടപ്പന സൌത്ത് ലോക്കൽ സമ്മേളനത്തിന് സമാപനം. പ്രൌഢഗംഭീരമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനത്തിന് തിരശ്ശീല വീണത്. വൈകിട്ട് 5 മണിയോടെ 20 ഏക്കറിൽ നിന്നാണ് 2 ദിവസങ്ങളിലായി നടന്ന CPM കട്ടപ്പന സൌത്ത് ലോക്കൽ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പ്രകടനം ആരംഭിച്ചത്. പ്രകടനത്തിൽ വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളുടെ ബാനറുകൾക്ക് പിന്നിലായി 100 കണക്കിന് ആളുകളാണ് അണിനിരന്നത്. വാദ്യമേളങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും പ്രകടനത്തിന് കൊഴുപ്പേകി. പ്രകടനം ടൗൺ ചുറ്റി അശോക ജംഗ്ഷനിൽ സമാപിച്ചതോടെ പൊതുസമ്മേളനം ആരംഭിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ്, കട്ടപ്പന ഏരിയ സെക്രട്ടറി KR സോദരൻ, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം N ശിവരാജൻ, മുൻ ലോക്കൽ സെക്രട്ടറി VR സജി തുടങ്ങിയവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കോഴിവില കൂപ്പുകുത്തുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ 100 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന ഇറച്ചിക്കോഴിക്ക് ഇപ്പോൾ 65 രൂപയാണ് വില. നാടൻ കോഴിയുടെ വിലയിലും വൻ ഇടിവുണ്ടായിട്ടുണ്ട്. താറാവുകൾക്ക് പുറമെ കോഴികളിൽ പക്ഷിപ്പനി ബാധ സ്ഥിരീകരിച്ചതോടെയാണ് കോഴിവിലയിൽ വൻ ഇടിവുണ്ടായിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് വരെ 100 രൂപയ്ക്ക് മുകളിലായിരുന്നു കോഴിവില. പെട്ടെന്നാണ് 65 രൂപയിലേക്ക് കോഴിവില താണത്. എന്നാൽ വില കുറഞ്ഞത് വിൽപ്പനയെ സ്വാധീനിച്ചിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ പക്ഷിപ്പനിയുടെ കാരണമാണ് ഫാമുകാർ വില കുറച്ചത്. പക്ഷിപ്പനി ഇടുക്കി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ജനങ്ങളിൽ ആശങ്ക ഉയർന്നതാണ് വില കുറഞ്ഞിട്ടും ഇറച്ചിക്കോഴി വിപണിയെ ഉണർത്താത്തത്. പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയതിനാൽ കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോഴി എത്തുന്നില്ല. തദ്ദേശീയമായ ഫാമുകളിൽ നിന്ന് എത്തിക്കുന്ന കോഴികളെയാണ് ഈ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വിൽക്കുന്നത്. ഇറച്ചിക്കോഴികൾക്ക് പുറമെ നാടൻ കോഴി വിലയിലും പക്ഷിപ്പനി ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ജനങ്ങൾക്ക് അങ്ങനെ വില കൂട്ടി കൊടുക്കാൻ പറ്റിയല്ല. അവിടെ കച്ചവടം കഴിയുമ്പോൾ അവിടുന്ന് വരുന്ന കോഴി നമുക്ക് ഇവിടെ സപ്ലൈ ചെയ്യുന്നതിന് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ജനങ്ങൾക്ക് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റിയല്ലോ. ഒരാഴ്ച മുമ്പ് 120 രൂപ മുതൽ 130 രൂപ വരെ വിലയുണ്ടായിരുന്ന നാടൻ കോഴികളെ ഇപ്പോൾ 80 രൂപയ്ക്കാണ് വ്യാപാരികൾ വിൽപ്പന നടത്തുന്നത്. പക്ഷിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് പടരുന്ന സാഹചര്യത്തിൽ വില ഇനിയും കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് കോഴി കർഷകരെ പ്രതികൂലമായി ബാധിക്കും. എന്നാൽ ക്രിസ്മസ് അടുക്കുന്നതോടെ പക്ഷിപ്പനി സൃഷ്ടിച്ച മാന്ദ്യം മറികടന്ന് കോഴി വിപണി ഉണരും എന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഇടുക്കി നെറ്റ് ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനി റിവ്യൂ ടൈം. പക്ഷിപ്പനി പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ കോഴിവില കൂപ്പുകുത്തുകയാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ 100 രൂപയ്ക്ക് മുകളിലായിരുന്നു കോഴിയുടെ വില. എന്നാൽ ഇപ്പോൾ ഒരു കിലോ കോഴിയുടെ വില 65 രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിനായി ന്യൂസ് സെന്ററിൽ നിന്നും KM സിനോബി നമ്മോടൊപ്പം ചേരുകയാണ്. സിനോബി, എന്തെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? സൂര്യലാൽ, ഇറച്ചിക്കോഴി വിലയിൽ വൻ കുറവാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് വരെ 100 മുതൽ 110 വരെ രൂപ വരെ വിലയുണ്ടായിരുന്ന ഇറച്ചിക്കോഴിക്കാണ് വളരെ പെട്ടെന്ന് 65 രൂപയിലേക്ക് വില ഇടിഞ്ഞു താണത്. എന്നാൽ ഈ വില കുറവ് പക്ഷിപ്പനി ബാധ വ്യാപകമാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിലക്കുറവുണ്ടായത് എന്ന് സമ്മതിക്കാൻ വ്യാപാരികൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ കോഴി കർഷകർ ഇറച്ചിക്കോഴിയുടെ വിലയിൽ കുറവ് വരുത്തിയതുകൊണ്ടാണ് കേരളത്തിൽ കോഴിക്ക് വില കുറഞ്ഞത് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇറച്ചിക്കോഴിയെ കൊണ്ടുവരുന്നതിന് വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന കോഴികൾക്ക് പകരം തദ്ദേശീയമായി നമ്മുടെ ഈ നാട്ടിൽ തന്നെയുള്ള കോഴി ഫാമുകളിൽ നിന്നുള്ള കോഴികളാണ് ഇപ്പോൾ പ്രധാനമായും കട്ടപ്പനയടക്കമുള്ള വ്യാപാര മേഖലകളിലെ സ്ഥാപനങ്ങളിൽ കടകളിലൂടെ ഇപ്പോൾ വിറ്റഴിക്കുന്നത്. ഏതായാലും വിലക്കുറവ്, ഇറച്ചിക്കോഴിയിലുണ്ടായ വലിയ വിലക്കുറവ് അത് വിൽപ്പനയെ വലിയ കാര്യമായി ബാധിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായൊരു വിഷയമാണ്. പലപ്പോഴും പക്ഷിപ്പനിയൊക്കെ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയങ്ങളിൽ ഇറച്ചിക്കോഴിക്ക് വലിയ തോതിൽ വില താണ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും
ആ സാഹചര്യങ്ങളിൽ വിൽപ്പന വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറച്ചിക്കോഴി വിലയിലുണ്ടായ ഈ വലിയ ഇടിവ് കേരളത്തിലെ കോഴി കർഷകരെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു മാസം ഏതാണ്ട് 25-30 ദിവസം പിന്നിടുമ്പോഴേക്കും ക്രിസ്മസ് എത്തുകയാണ്. കേരളത്തിലെ ഇറച്ചിക്കോഴി വിൽപ്പനയിലെ പ്രധാന ഒരു വിപണന കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടമാണ്. ഈ സമയത്ത് ഇറച്ചിക്കോഴിയിൽ പക്ഷിപ്പനി ബാധിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രചരണം വന്നത് കോഴി കർഷകരെ വലിയ തോതിൽ, പ്രത്യേകിച്ച് ക്രിസ്മസ് വിപണി ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കോഴി കൃഷി നടത്തുന്ന ആളുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും. ഏതായാലും ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്കും ഈ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുകയും പക്ഷിപ്പനി ബാധ ഇല്ലാതാവുകയും ചെയ്തുകൊണ്ട് കോഴി വിപണി ഉണരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേരളത്തിലെ കർഷകർ. സൂര്യലാൽ, പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കോഴിയുടെ വില കൂപ്പുകുത്തുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ KM സിനോബി ന്യൂസ് സെന്ററിൽ നിന്നും പങ്കുവച്ചത്. നന്ദി സിനോബി. മറ്റു വാർത്തകളിലേക്ക്. നിറവ് എന്ന പേരിൽ വിഷൻ 2030 പദ്ധതിയിൽ ക്ഷീരമേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് റോഷി അഗസ്റ്റിൻ MLA. ഇടുക്കി ബ്ലോക്ക് ക്ഷീരോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. 2030 വരെയുള്ള 15 വർഷങ്ങളുടെ വികസനം മുന്നിൽ കണ്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന വിഷൻ 2030 പദ്ധതിയിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ക്ഷീരമേഖലയ്ക്ക് മുഖ്യ പരിഗണന നൽകുമെന്ന് ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അഗ്രികൾച്ചർ സെക്ടറിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് നിറവ്. ആ നിറവ് പദ്ധതിയിൽ ഏത് പ്രോജക്റ്റും സബ്മിറ്റ് ചെയ്യാം. ഞാൻ 2 മീറ്റിംഗുകൾ വിളിച്ചു ചേർത്തു. നിങ്ങളുടെ സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നു, ആ പദ്ധതി നമ്മുടെ ജില്ലയിൽ ഈ വർഷം നടപ്പിലാക്കുന്ന അനുവദിച്ചു കിട്ടിയിരിക്കുന്ന നിയോജക മണ്ഡലം ഇടുക്കി നിയോജക മണ്ഡലമാണ് എന്ന് അറിയാം. ഇടുക്കി ബ്ലോക്ക് ക്ഷീരസംഗമ സമ്മേളനം പാണ്ടിപ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റോഷി അഗസ്റ്റിൻ. ഇടുക്കിയിലെ ക്ഷീരകർഷകർ നേരിടുന്ന വിഷയങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുവാൻ സംസ്ഥാനത്തെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്നും MLA പറഞ്ഞു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ PA ബാലൻ മാസ്റ്റർ, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ ബേബി പടന്നമാക്കൽ, വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട്, കഞ്ഞിക്കുഴി പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി, വക്കച്ചൻ വയലിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജോയി, ക്ഷീരമേഖലയിലെ ഉദ്യോഗസ്ഥരായ ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരമേഖലയ്ക്ക് കൂടുതൽ തുക വകയിരുത്തിയ കഞ്ഞിക്കുഴി പഞ്ചായത്തിനുള്ള അവാർഡ് പ്രസിഡന്റ് PD ശോശാമ്മ ചടങ്ങിൽ ഏറ്റുവാങ്ങി. രാമക്കൽമേട്ടിലെ കുന്നിൻ മുകളിൽ നിന്നും ചാടി മരിച്ച വിദ്യാർത്ഥികളുടെ സംസ്കാരം നടന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാരം നടന്നത്. ബുധനാഴ്ച രാവിലെയാണ് രാമക്കൽമേട്ടിലെ തമിഴ്നാട് വക സ്ഥലത്തു നിന്നും കോമ്പയാർ ആലക്കൽ ഡെന്നീസിന്റെ മകൾ ഡെൽന, കൂട്ടാർ പുളിക്കൽ മാത്യുവിന്റെ മകൻ കിഷോർ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. വിദ്യാർത്ഥികളായിരുന്ന ഇരുവരും പ്രണയത്തിലായിരുന്നു. തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് കാണിച്ച് സുഹൃത്തുക്കൾക്ക് ഇവർ മൊബൈലിൽ സന്ദേശം അയച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും പോലീസ് എത്തുകയും പാളയത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്ത ശേഷം ഇന്നലെ ഉച്ചയോടെയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ചത്. ഡെൽനയുടെ വീട്ടിൽ ഉച്ചകഴിഞ്ഞ് 2:30 സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു. 3 കോമ്പയാർ ഉണ്ണിമിശിക ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. 2:30 കിഷോറിന്റെ വീട്ടിലെ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങിയത്. 3:30 കരുണാപുരം സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ കിഷോറിന്റെ സംസ്കാരം നടത്തി. ബന്ധുക്കളും സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ അരവണ നിർമ്മാണത്തിനെത്തിച്ച മുന്തിരിയും കൽക്കണ്ടവും ഗുണമേന്മ ഇല്ലാത്തതാണെന്ന ആരോപണം നിഷേധിച്ചുകൊണ്ട് ഹൈറേഞ്ച് മാർക്കറ്റിംഗ് സൊസൈറ്റി രംഗത്ത്. വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതൻ ചാരുതയോ. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ
celebrating 50 magical years. Ledda Textiles, Main Road, Kattappana. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ നീ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിങ് ജ്വല്ലറി. Strong furniture, Index Furniture. Index Furniture, near KSRTC bus stand, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. പുണ്യദർശനങ്ങളുമായി ശരണവഴിയിൽ. ശബരിമലയിൽ അരവണ നിർമ്മാണത്തിനെത്തിച്ച മുന്തിരിയും കൽക്കണ്ടവും ഗുണമേന്മ ഇല്ലാത്തതാണെന്ന ആരോപണം നിഷേധിച്ചുകൊണ്ട് ഹൈറേഞ്ച് മാർക്കറ്റിംഗ് സൊസൈറ്റി രംഗത്ത്. 20,000 കിലോ കൽക്കണ്ടവും 16,000 കിലോ മുന്തിരിയുമാണ് ഹൈറേഞ്ച് മാർക്കറ്റിംഗ് സൊസൈറ്റി പമ്പയിൽ എത്തിച്ചത്. എന്നാൽ ഗുണമേന്മയില്ല എന്ന കാരണത്താൽ ഇവ സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തടഞ്ഞ സാഹചര്യത്തിലാണ് സൊസൈറ്റി വിശദീകരണമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. പമ്പയിൽ എത്തിച്ച 20,000 കിലോ കൽക്കണ്ടത്തിൽ 10,000 കിലോ മാത്രമാണ് സന്നിധാനത്തേക്ക് കൊണ്ടുപോകാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അനുമതി നൽകിയത്. പമ്പയിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ കൽക്കണ്ടത്തിൽ 93.5% മാത്രമാണ് പഞ്ചസാരയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സൊസൈറ്റിക്ക് നൽകിയ വിശദീകരണം. എന്നാൽ കർണാടകയിലെ കിസാൻ പൊഖ ലാബിൽ നടത്തിയ പരിശോധനയിൽ 98.89% പഞ്ചസാരയുണ്ട് എന്ന് കണ്ടെത്തിയ കൽക്കണ്ടമാണ് തങ്ങൾ പമ്പയിൽ എത്തിച്ചതെന്ന് സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. സൊസൈറ്റി ഈ സാധനങ്ങൾ കൃത്യമായി എത്തിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. ഇപ്പം തന്നെ ഹൈറേഞ്ച് സൊസൈറ്റി 20,000 കിലോഗ്രാം കൽക്കണ്ടം ശബരിമല എത്തിച്ചിട്ടുണ്ട്. അതിൽ 10,000 കിലോ കൽക്കണ്ടം നമുക്ക് സന്നിധാനത്ത് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി 10,000 കിലോ കയറ്റുന്നതിന് ഫുഡ് സേഫ്റ്റിയുടെ ലാബ് എതിരായി നിൽക്കുന്നു. അവർ പറയുന്ന വാദം 98% കണ്ടന്റുള്ള വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 98.86% കണ്ടന്റുള്ള കൽക്കണ്ടമാണ് പമ്പയിൽ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഫുഡ് സേഫ്റ്റി അവരുടെ ലാബിൽ പരിശോധിച്ചപ്പോൾ അതിന് 93.5 അവർ പറയുന്നു. അപ്പോൾ കർണാടക ഗവൺമെൻറ്റിൻ്റെ ലാബിൽ പരിശോധിച്ചാണ് 98.89 ഷുഗർ കണ്ടന്റ്. അപ്പോൾ നമ്മളിത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ആരാണ് കുഴപ്പക്കാരെന്ന് ഗവൺമെൻറ് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മൾ പിന്നെ കൽക്കണ്ട സപ്ലൈസ് പ്രൊഡ്യൂസേഴ്സ് അല്ല, നമ്മൾ കൽക്കണ്ട ഉൽപ്പാദകരല്ല. നമ്മളൊരു ഫാക്ടറി പോയി ഇതെടുക്കുകയാണ്. അപ്പോൾ അവർ പരിശോധിച്ചാണ് തരുന്നത്. 98.89% ഉണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ ഗവൺമെന്റ് ലാബിൽ പരിശോധിച്ച്
കൽക്കണ്ടം തന്നാൽ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ശബരിമല ലാബിൽ പരിശോധിക്കുമ്പോൾ 93.5 ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് നിഷേധിക്കുകയാണ്. അതുകൊണ്ടാണ് അടുത്ത 10,000 കിലോ സന്നിധാനത്ത് എത്തിക്കാൻ കഴിയാത്തത്. അതോടൊപ്പം തന്നെ 35,000 കിലോ മുന്തിരിക്കുള്ള ഓർഡറും സൊസൈറ്റിക്ക് ലഭിച്ചിരുന്നു. ഇതിൽ 16,000 കിലോ മുന്തിരി പമ്പയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ 4,000 കിലോ മാത്രമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി ലഭിച്ചത്. ഉണക്കമുന്തിരിയിൽ അനുവദനീയമായതിൽ കൂടുതൽ ജലാംശവും പൊടിയുടെ സാന്നിധ്യവും കണ്ടെത്തിയെന്ന പേരിൽ ബാക്കി വന്ന മുന്തിരിയും ഇതെത്തിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. തങ്ങളെത്തിച്ച മുന്തിരിയും കൽക്കണ്ടവും ഗുണമേന്മ ഉള്ളതായിരുന്നെന്നും ഇവ പരിശോധിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കുമളി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹൈറേഞ്ച് മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് PN വിജയൻ, സെക്രട്ടറി ജോബിൻ വർഗീസ്, ടോമി തോമസ്, ബിനോയ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന മേഖലയിൽ അയ്യപ്പ ഭക്തർക്കായി സ്ഥാപിച്ച ദിശാ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. പാറക്കടവ് മുതൽ ജ്യോതിസ് ജംഗ്ഷൻ വരെയുള്ള സ്ഥലങ്ങളിലെ ബോർഡുകളാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി. പാറക്കടവ്, പള്ളിക്കവല മേഖലകളിലാണ് അയ്യപ്പ ഭക്തർക്കായി സ്ഥാപിച്ച ദിശാ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. കുമളി ഭാഗത്തു നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ കട്ടപ്പന ടൗണിൽ കുരുക്കിൽപ്പെടാതെ ഇരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രാഫിക് പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതിന്റെ ഭാഗമായി കുമളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പാറക്കടവ് വഴി ജ്യോതിസ്പടി ബൈപ്പാസ് റോഡിലൂടെ കുട്ടിക്കാനം റോഡിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ ഇവിടങ്ങളിൽ ദിശാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികളും രംഗത്തു വരികയായിരുന്നു. പാറക്കടവ് മുതൽ പള്ളിക്കവല വരെയുള്ള റോഡിൽ വഴിതെറ്റാത്ത രീതിയിൽ ദിശാ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇവയാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ ഇവിടെ എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഭാഗമാണ് പാറക്കടവ് ഭാഗം. വഴിയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഈ ഭാഗത്ത് വ്യക്തമായിട്ടുള്ള അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ദിശാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ, പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ ആയിട്ടുള്ള സന്നദ്ധ സംഘടനകൾ, അതുപോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ, പാറക്കടലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ഇവരെല്ലാവരും കൂടി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് ദിശാ ബോർഡുകൾ അയ്യപ്പന്മാർക്ക് വളരെ രീതിയിൽ അവരുടെ സഞ്ചാരം സുഗമമാക്കുന്ന രീതിയിലുള്ള ദിശാ ബോർഡുകൾ സ്ഥാപിച്ചു വെച്ചിരുന്നു. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധർ പാറക്കടവിലെത്തി ഈ ഫ്ലെക്സ് ബോർഡുകൾ മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മണ്ഡലകാലം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിടുകയും അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ മതസൗഹാർദ്ദം തകർക്കുവാനുള്ള നീക്കമാണിതെന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചു. ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ വളരെ വർഷങ്ങളിൽ മുൻപ് തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു പരമസത്യമുണ്ട്. ശബരിമല തീവയ്പ്പിനോടനുബന്ധിച്ച് തുടങ്ങിയ ആ ഒരു ക്രമീകരണം ഇന്നലെ രാത്രി ഒരു 12 മണിയോട് വരെ അത് എത്തിനിൽക്കുന്നു. ശബരിമല തീർത്ഥാടനത്തെ എങ്ങനെ അട്ടിമറിക്കാം, അതിൻ്റെ ആ തീർത്ഥാടനത്തെ ആ ഒഴുക്ക് എങ്ങനെ പിടിച്ചു നിർത്താം, ഇതാണ് ചില തൽപര കക്ഷികളുടെ കൂട്ടായ ഒരു ചിന്ത. അങ്ങനെ സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നലെ രാത്രി ഈ ഫ്ലെക്സുകൾ എല്ലാം തകർക്കപ്പെടുകയും ദിശാ ബോർഡുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് പ്രധാന ടൗണുകളിൽ പോലീസിനെ നിയോഗിച്ചിരുന്നെങ്കിലും ഇത്തവണ അയ്യപ്പ ഭക്തർക്ക് സൌകര്യമൊരുക്കുന്നതിൽ അധികൃതർ തികഞ്ഞ പരാജയമാണെന്ന ആരോപണവും ശക്തമാണ്. ചില സംഘടനകളുടെ പേരിലും സ്വകാര്യ സ്ഥാപനങ്ങളുടെ പേരിലും സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. പല മേഖലകളിലും റോഡുകളുടെ ശോചനീയാവസ്ഥയും അയ്യപ്പ ഭക്തർക്ക് തിരിച്ചടിയാവുകയാണ്. അയ്യപ്പ ഭക്തരോടുള്ള അവഗണന അവസാനിപ്പിക്കുകയും ദിശാ ബോർഡുകൾ നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടിയെടുക്കുകയും ചെയ്യണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനി ജനങ്ങൾക്കുമുണ്ട് പറയാൻ. കട്ടപ്പന മേഖലയിൽ അയ്യപ്പ ഭക്തർക്കായി സ്ഥാപിച്ച ദിശാ ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച സംഭവം മതസൗഹാർദ്ദം തകർക്കാനുള്ള ഗൂഢനീക്കമാണെന്ന് ആക്ഷേപമുയരുകയാണ്. വിവിധ പ്രതികരണങ്ങളിലേക്ക് ജനങ്ങൾക്കുമുണ്ട് പറയാൻ. അയ്യപ്പന്മാർക്ക് നല്ല രീതിയിലേക്ക് പോകാനുള്ള സുഗമമായ രീതിയിൽ പോകുന്ന രീതിയിലേക്ക് ബോർഡുകൾ വെച്ചിരുന്നതായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ ഈ ബോർഡുകൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ PWD വെച്ചിരുന്ന ബോർഡിന്റെ ശബരിമല എന്നുള്ള ഭാഗത്തിന്റെ ചിഹ്നം അത് മായ്ക്കാനായിട്ട് വളരെയധികം ശ്രമിക്കും. അത് ഇങ്ങനെയുള്ള ഈ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇവിടുത്തെ ചില സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികളുമൊക്കെ ഈ ശബരിമല തീർത്ഥാടന യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി വെച്ച സൂചനാ ബോർഡുകൾ ചില സാമൂഹിക വിരുദ്ധർ ഇന്നലെ രാത്രി നശിപ്പിച്ചിരിക്കുകയാണ്. മറയിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ പല പരിപാടികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് നിലനിന്ന
ഈ മതസൗഹാർദ്ദം തകർത്താൻ വേണ്ടി ഇവർ ചെയ്തതാണെന്നുള്ളതാണ് നമ്മുടെ വ്യക്തമായ ഒരു വിശ്വാസം. അപ്പം പോലീസുകാർ വന്ന് ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തെറ്റുകൾ വരുന്ന ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടികളെല്ലാം ബ്ലോക്ക് ആകുന്നു. ആ സമയങ്ങളിൽ ഇവിടെ ബൈപ്പാസ് വഴി വണ്ടി പറഞ്ഞു വിടാണ്ട് ഒരു ഡ്യൂട്ടിക്ക് ഒരു പോലീസുകാരനെ ഇവിടെ ഇടണം തീർച്ചയായിട്ടും. CPIM 21 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ഏലപ്പാറ ഏരിയ സമ്മേളനം നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിൽ ഉപ്പുതറയിൽ വെച്ച് നടക്കും. നവംബർ 30 നടക്കുന്ന പ്രതിനിധി സമ്മേളനം KK ജയചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. 29 തീയതി വൈകിട്ട് 5:30 സഹാവ് VD അഗസ്തീനറയിൽ വെച്ച് കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഇടുക്കി ജില്ലയിലെ കർഷകരും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നടക്കും. സെമിനാർ ES ബിജുമോൾ MLA ഉദ്ഘാടനം ചെയ്യും. ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ CK മോഹനൻ, R മണിക്കുട്ടൻ എന്നിവർ പങ്കെടുക്കും. സമ്മേളനത്തിൽ ഏതാണ്ട് 135 പ്രതിനിധികളും 19 ഏരിയ കമ്മിറ്റി അംഗങ്ങളും അടക്കം ഏതാണ്ട് 153 ആളുകളാണ് പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ വിജയത്തിലേക്കും സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കും അലങ്കാരങ്ങളും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഉപ്പുതറയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. നവംബർ 30 തീയതി സഹാബ് AV മാത്യു നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം KK ജയചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും. വൈകിട്ട് 5-ന് KS കൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കും. CPM 21 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ഏലപ്പാറ ഏരിയ സമ്മേളനത്തിൽ KK ജയചന്ദ്രൻ MLA, KP മേരി, PS രാജൻ, PA രാജു, CV വർഗീസ്, ആൻഡപ്പൻ N ജേക്കബ്, KT ബിനു തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. ബിബിൻ ജോയി, ഇടുക്കി നെറ്റ് ന്യൂസ്, ഉപ്പുതറ. നെടുങ്കണ്ടം BEd സെന്റർ തുറക്കാൻ നടപടി സ്വീകരിച്ചത് തങ്ങളാണെന്നുള്ള ജോയ്സ് ജോർജ് MPയുടെയും SFIയുടെയും പ്രചരണം അപഹാസ്യമാണെന്ന് യുവമോർച്ച. കോളേജ് തുറക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചത് BJP ആണെന്നും യുവമോർച്ച നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടഞ്ഞുകിടന്നിരുന്ന നെടുങ്കണ്ടം BEd സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിച്ചത് തങ്ങളാണെന്ന ജോയ്സ് ജോർജ് MPയുടെയും SFIയുടെയും പ്രചരണം അപഹാസ്യമാണെന്ന് യുവമോർച്ച ഉടുമ്പൻചോല നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 2 വർഷക്കാലമായി സെന്റർ അടഞ്ഞുകിടന്നിട്ടും മൗനം പാലിച്ച ഇവർ അടച്ചുപൂട്ടിയതിന്റെ കാരണമെന്തെന്ന് മനസ്സിലാക്കാതെയാണ് സെന്റർ തുറന്നതിന്റെ പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി അടഞ്ഞുകിടന്നിരുന്ന നെടുങ്കണ്ടത്തെ BEd സെന്റർ തുറന്നു പ്രവർത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചത് MPയും SFIയും ആണ് എന്നാണ് ഇവർ നടത്തുന്ന പ്രചാരണം. ഇത് വളരെ തികച്ചും അപഹാസ്യപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. അടിസ്ഥാന സൗകര്യമില്ലാത്തതിന്റെ പേരിലാണ് സെന്റർ പൂട്ടിയതെന്ന MPയുടെ അഭിപ്രായം തെറ്റാണ്. BEd സെന്റർ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് നിരാഹാര സമരം നടത്തിയിരുന്നു. തുടർന്ന് വൈസ് ചാൻസലറുമായി പാർട്ടി ജില്ലാ നേതൃത്വം ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ സെന്റർ തുറക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം വേണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിക്ക് ആവശ്യമായ ഫയലുകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സെന്റർ തുറക്കുവാൻ അനുമതി ലഭിക്കുകയായിരുന്നു. സെന്റർ തുറന്ന് അഡ്മിഷൻ ആരംഭിച്ചിരിക്കെ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാനുള്ള MPയുടെയും SFIയുടെയും ശ്രമം ഉപേക്ഷിക്കുകയും പൊതുജനങ്ങളോട് മാപ്പ് പറയുകയും ചെയ്യണമെന്ന് യുവമോർച്ച ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ യുവമോർച്ച നിയോജകമണ്ഡലം പ്രസിഡന്റ് അനീഷ് തൂക്കുപാലം, ബിജു കോട്ടയിൽ, അനിൽ കട്ടൂപ്പാറ, MS അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി സഹോദയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കും. ഇടുക്കി ജില്ലയിലെ വിവിധ CBSE സ്കൂളുകളിൽ നിന്നായി നിരവധി ടീമുകൾ മാറ്റുരയ്ക്കും. ഇടുക്കി സഹോദയ ബാസ്കറ്റ്ബോൾ മത്സരത്തിനായി കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ കളമൊരുങ്ങുന്നു. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന പരേഡിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ജസ്റ്റിൻ ജോസഫ് സല്യൂട്ട് സ്വീകരിച്ച് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സയൻസ് സ്കൂളിന്റെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നടത്താനായിട്ട് ഏറ്റെടുക്കുകയുമായിരുന്നു. ഇടുക്കി സഹോദയയുടെ 34 സ്കൂളുകളെയും നാളത്തെ ചാമ്പ്യൻഷിപ്പിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. 100-ലധികം കുട്ടികൾ നാളെ ഇവിടെ നടക്കുന്ന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ വിവിധ CBSE സ്കൂളുകളിൽ നിന്നായി നിരവധി ടീമുകൾ മാറ്റുരയ്ക്കുന്ന മത്സരം കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് K മറ്റം നയിക്കും. ഇടുക്കി ജില്ലയിലെ CBSE സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സഹോദയ ബാസ്കറ്റ്ബോൾ മത്സരം ഈ സ്കൂളിൽ വെച്ച് സ്വരാജിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്.
34-ലധികം സ്കൂളുകളിൽ നിന്നും കുട്ടികൾ നാളെ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് രാവിലെ 7 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. സ്കൂൾ മാനേജർ ഫാദർ ഇമാനുവൽ കിഴക്കേത്തലയ്ക്കൽ ജനറൽ കൺവീനറായും ശ്രീമതി സ്വപ്ന KJ ചെയർപേഴ്സണായും വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു. ഇടുക്കി നെറ്റ് ന്യൂസ് ഉപ്പുതറ. കായിക ഭൂപടത്തിൽ പുതുചരിതം രചിച്ച തൂക്കുപാലം വിജയമാതാ സ്കൂൾ സഹോദയ സ്പോർട്സ് മീറ്റിൽ റണ്ണറപ്പ് ആയതിനു പുറമെ ദേശീയ മത്സരത്തിന് 2 വിദ്യാർത്ഥിനികൾ യോഗ്യത നേടി. കായിക കുതിപ്പിൽ തൂക്കുപാലം വിജയമാതാ സ്കൂൾ. ഇടുക്കി സഹോദയ സ്പോർട്സ് മീറ്റിൽ റണ്ണറപ്പ് ആയതിനു പുറമെ സ്കൂളിലെ 2 വിദ്യാർത്ഥിനികൾ ദേശീയ മത്സരത്തിന് യോഗ്യത നേടി. മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടന്ന സംസ്ഥാന CBSE സ്പോർട്സ് മീറ്റിൽ 400-800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡലോടെ മിലൻ മെറിയൻ ചാക്കോയും 1500 മീറ്റർ ഓട്ടത്തിൽ 2ാം സ്ഥാനം നേടിയ അഖില രാജുമാണ് CBSE ദേശീയ മീറ്റിന് തയ്യാറെടുക്കുന്നത്. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മിലൻ 4 മെഡലുകൾ കരസ്ഥമാക്കിയിരുന്നു. വ്യക്തിഗത മെഡലുകൾക്ക് പുറമെ 4x100, 4x400 മീറ്റർ റിലേകളിലും മിലൻ ഉൾപ്പെടെയുള്ള ടീം 2ാമതെത്തിയിരുന്നു. 4x400 മീറ്റർ റിലേയിൽ അഖിലയും ടീമിലുണ്ടായിരുന്നു. ഗുജറാത്തിൽ ജനുവരി 8 മുതൽ 12 വരെയാണ് ദേശീയ മീറ്റ് നടക്കുന്നത്. സ്കൂളിന്റെ 6th പൊസിഷൻ ഉണ്ട്. ഷൈജു സാറാണ് ഞങ്ങളുടെ സൺ. ഞങ്ങൾ 4 വർഷമായിട്ട് സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുക്കുകയും പൊസിഷൻ വരാറുണ്ട്. ഇടുക്കി സഹോദയ സ്പോർട്സ് മീറ്റിൽ റണ്ണറപ്പായ ടീമിനും സംസ്ഥാന മെഡൽ ജേതാക്കൾക്കും സ്കൂളിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റി ഉപ്പുമാക്കൽ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസിൽ, PTA പ്രസിഡന്റ് കല്ലാർ രമേശ്, സുരേഷ് കുമാർ KK, അനീഷ് കുമാർ, സജി കൊച്ചിത്തറ, ഷിജു തോമസ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുന്നതുവരെ കേരള കോൺഗ്രസ് പാർട്ടി കർഷകരോടൊപ്പം നിന്ന് പോരാടുമെന്ന് റോഷി അഗസ്റ്റിൻ MLA. കേരള കോൺഗ്രസ് എം കട്ടപ്പന മണ്ഡലം നേതൃക്യാമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ക്യാമ്പ് പാർട്ടി സംസ്ഥാന ട്രഷറർ തോമസ് ജോസഫ് XMLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TJ ജേക്കബ് അധ്യക്ഷനായിരുന്നു. രാജ്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ധീര ജവാന്മാരുടെയും സ്മരണയ്ക്കായി നിർമ്മിച്ച ജില്ലയിലെ ആദ്യ യുദ്ധസ്മാരകം അമർ ജവാന്റെ 1ാം വാർഷികം എക്സ് സർവീസ് ലീഗ് കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ആചരിക്കുന്നു. രാവിലെ 9 മണിക്ക് യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് വാണിയപുരയ്ക്കൽ അമർ ജവാനിൽ പുഷ്പചക്രം അർപ്പിക്കും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവന് 19,720 രൂപ, ഗ്രാം 2,465 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. ഇനി കമ്പോള വാർത്തകൾ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. ഏലം കൂടിയ വില 750, കുറഞ്ഞ വില 700. കുരുമുളക് കിലോഗ്രാമിന് 675 രൂപ, കാപ്പി 133 രൂപ, റബ്ബർ 114 രൂപ, ഗ്രാമ്പു 1025 രൂപ, കൊക്കോ 56 രൂപ, ജാതി 325 രൂപ, ജാതിപത്രി കൂടിയ വില 1050, കുറഞ്ഞ വില 950. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാപാരികളെ മറന്നുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കോഴിവില കൂപ്പുകുത്തുന്നു. ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ 100 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന ഇറച്ചിക്കോഴിക്ക് ഇപ്പോൾ വില 65. കട്ടപ്പന മേഖലയിൽ അയ്യപ്പ ഭക്തർക്കായി സ്ഥാപിച്ച ദിശാബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. പാറക്കടവ് മുതൽ ജ്യോതിസ് ജംഗ്ഷൻ വരെയുള്ള സ്ഥലങ്ങളിലെ ബോർഡുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി. CPIM കട്ടപ്പന സൗത്ത് ലോക്കൽ സമ്മേളനത്തിന് സമാപനം. പ്രൗഢഗംഭീരമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനത്തിന് തിരശ്ശീല വീണത്. ശബരിമലയിൽ അരവണ നിർമ്മാണത്തിനെത്തിച്ച മുന്തിരിയും കൽക്കണ്ടവും ഗുണമേന്മയില്ലാത്തതാണെന്ന ആരോപണം നിഷേധിച്ചുകൊണ്ട് ഹൈറേഞ്ച് മാർക്കറ്റിംഗ് സൊസൈറ്റി രംഗത്ത്. 20,000 കിലോ കൽക്കണ്ടവും 16,000 കിലോ മുന്തിരിയുമാണ് ഹൈറേഞ്ച് മാർക്കറ്റിംഗ് സൊസൈറ്റി പമ്പയിലെത്തിച്ചത്. എന്നാൽ ഗുണമേന്മയില്ല എന്ന കാരണത്താൽ ഇവ സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തടഞ്ഞ സാഹചര്യത്തിലാണ് സൊസൈറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയത്.
ഇടുക്കി നെറ്റ് വാർത്തകൾ ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ നീ വിളിച്ചു പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്ക് ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? എമിലി. മനോജ് സുനിലുമായിരുന്നോ? ഇരിക്കെ, ഞാൻ ജ്യൂസ് എടുക്കാം. ഓ, ജ്യൂസ് ഒന്നും വേണ്ട ചേച്ചി, ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം എടുത്താൽ മതി. നമ്മുടെ കിണറ്റിലെ വെള്ളം ആട്ടോ. വെള്ളത്തിനൊരു രുചി വ്യത്യാസം ഉണ്ടോ? സൂക്ഷിച്ചു നോക്കിയാ എന്തോ ഒരു നിറ വ്യത്യാസം ഉണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമാണ്. നിത്യേന നാം ഉപയോഗിക്കുന്ന ജലം ശുദ്ധമാണോ? ശുദ്ധജല ഉപയോഗത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ, വാട്ടർ പ്യൂരിഫയർ പ്ലാൻ എന്നിവ ഉപയോഗിക്കൂ. ആരോഗ്യമാണല്ലോ പ്രധാനം. ഞങ്ങളും വാങ്ങി ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ. സെന്റ് മൈക്കിൾ ഇലക്ട്രിക്കൽസ്, ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം, കട്ടപ്പന.
KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. കുരുമുളക് മെതിയന്ത്രം, ജാതിക്ക ഡ്രയർ, ഏണി തുടങ്ങിയ കാർഷിക ഉപകരണങ്ങൾ പൈസസ് ബോർഡിന്റെ 50% സബ്സിഡിയോടുകൂടി ലഭ്യമാക്കുന്നു. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തൂ. ഉടൻ വിളിക്കുക 9495127730 04868260120. ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. കനലുകളാടി